കുയിലിൻ്റെ സ്വരം കേൾക്കാവും. നല്ല രസമാണ് കേൾക്കാൻ. ഹായ്, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടായിട്ടും സ്വാഗതം. അപ്പം ഇന്നൊരു സന്തോഷം. അവിടെ ഒരു ഫോട്ടോ ചാടിക്കല്ലേ. നമ്മുടെ ഫ്രണ്ടാ. അപ്പോൾ ഇതെന്താ വെച്ചാൽ എൻ്റെ സ്കൂള് പഠിച്ച കാലത്ത് എൻ്റെ ഫ്രണ്ട്സുകളെ ഫോട്ടോ ഉണ്ടായിരുന്നു. ഇപ്പോഴും കൊണ്ടടക്കണം. ഇപ്പോൾ വർഷം എത്ര ആയി. ഇതുപോലത്തെ 2 ആൽബങ്ങളുണ്ട്. ഇതൊന്നും ആദ്യം പറയാം. ഇതിൽ വിഷ്ണുവിന് ചോറൂണിന് കൊണ്ടുപോയ ഫോട്ടോസൊക്കെ ഉണ്ട്. ഇത് നമ്മളെ അച്ഛനാട്ടോ, അച്ഛൻ്റെ ഫോട്ടോ. ഈ ഫോട്ടോ ഞാൻ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ ഉണ്ടാക്കൂലേ, അതിന് വേണ്ടിയിട്ട് ഈ ഫോട്ടോ ഞാൻ തെരഞ്ഞ് തോറ്റു. അന്ന് എന്താ ബുദ്ധിയിൽ ഞാൻ കണ്ടില്ല. ഞാൻ എത്ര തവണ നോക്കിയോ, പക്ഷെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇപ്പം അതിൽ കാണാൻ ബേജാറിൽ നോക്കിയിട്ടാണോ എനിക്കറിയില്ല. അന്ന് ഫോട്ടോ വേണം പറഞ്ഞത് ബേജാറിൽ നോക്കിയിട്ട് ഫോട്ടോ കിട്ടിയിട്ടില്ല. ഇത് മൂന്നാർക്ക് പോയെന്ന് എടുത്തതാണ്. ഇത് 12 കൊല്ലത്തിന്റെ മുന്നത്തെ ഒരു ഫോട്ടാണ്. ഇതാണ് ചോറൂണിന്റെ ഫോട്ടോ. ഇത് ഗുരുവായൂരിൽ വിഷ്ണുവിന് ചോറൂണുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയതാട്ടോ. ആദ്യത്തെ ചോറൂണ് ഗുരുവായൂരിലായിരുന്നു. കണ്ടോ? ഇത് കാണുന്നില്ലല്ലോ. ഇതാണ് നമ്മളെ അച്ഛന് കേട്ടോ. അച്ഛന് എന്ത് സന്തോഷ വാർത്ത പറയല്ലോ ഒപ്പത്തിനൊപ്പേ. എന്ത് സന്തോഷ വിശേഷം എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. പറയല്ല, കാണിച്ചു തരാം. സൂര്യ ഞാൻ പറയുന്നതിനനുസരിച്ച് ഒപ്പത്തിനൊപ്പം പറയാന്ന് വെച്ചാൽ അങ്ങനെ പറയല്ലോ കേട്ടോ സൂര്യ. അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ തേപ്പ് തേക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ദിവസമൊന്നും ഉറപ്പിച്ചിട്ടില്ല. നമുക്ക് പണിക്കാരെ കിട്ടിയിട്ടില്ല. പണിക്കാരെ അന്വേഷിച്ചില്ല കേട്ടോ. നമ്മൾ തേപ്പിന് ആവശ്യമുള്ള സാധനങ്ങളൊന്നും ഇറക്കിയിട്ടില്ല. ആ ഫോണിൻ്റെ ലൈറ്റ് ഒന്നും ഇട്ടാണ് എല്ലാം അങ്ങോട്ട് കാണില്ല. അപ്പം നമ്മളെന്താ കാണിച്ചു തരാൻ പോണത് വെച്ചാൽ നമ്മളെ വയറിങ്ങിൻ്റെ കൂടെ അപ്പോൾ ഇതെന്ത് സംഭവം എന്ന് ചോദിച്ചാൽ നമ്മളെ വയറിങ് ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ സന്തോഷം കൂടെ നമ്മളെ കൂട്ടുകാരെ അറിയിക്കണം എന്ന് 2 ദിവസമായിട്ടോ നമ്മളെ പണിക്കാരെന്ന് പറഞ്ഞാൽ നമ്മളെ ചേച്ചീൻ്റെ മോനാണ്. ചേച്ചീൻ്റെ പറഞ്ഞാൽ വലിയ നാത്തൂൻ്റെ മോൻ കേട്ടോ. ഹസ്ബൻഡിൻ്റെ വലിയ പെങ്ങളെ മോനാണ് വന്നത്. അപ്പോൾ ഞാൻ എടുത്ത് പകുതിയാക്കി പോയതായിരുന്നു. പിന്നെ ഇന്നലെ കൂടെ എടുത്ത് പോയിട്ടുണ്ട്. ഇനി നമുക്ക് തേപ്പാണ് നോക്കേണ്ടത്. അങ്ങനെ നമ്മളെ വയറിങ് കഴിഞ്ഞു. അതിൻ്റെ സന്തോഷം നമ്മളെ കൂട്ടുകാരെ അറിയിച്ചില്ലല്ലോ. കുറച്ചുകൂടെ പണില്ലേ? അത് ഞായറാഴ്ച കുറച്ചും കൂടെ പണി അറിയാൻ മാത്രമൊന്നുമില്ല. സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ. അത് ഒരു കുറച്ചു നേരം ആ സിറ്റ് ഔട്ടിൽ മാത്രം ഒരു ചെറിയൊരു പണി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം പോകാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇതേപോലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ലൈറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ അത് എന്നോട് ചോദിച്ചാൽ അവിടെ വെക്കണ്ട ചോദിച്ചത് വെച്ചതായിരുന്നേ. ഇത് അല്ലേ ഇത് കൊണ്ടുപോയി കൊടുത്തിട്ടില്ലല്ലേ? അതവിടെ ഓന് വേണ്ടിയില്ലേ?
ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ എനിക്കറിയില്ല. പിന്നെ ഇവിടെ നമ്മളെ സിറ്റ് ഔട്ട് അല്ലേന്ന് വന്നേന്നത്, ഈ ഒരു ഭാഗത്ത് സിറ്റ് ഔട്ട് അല്ലേന്ന് വന്നേന്നത്. ഇവിടെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതായി ഷോക്കേസിൻ്റെ അടുത്ത് ലൈറ്റായി. ഇതാ ഇവിടെ ഒരു ലൈറ്റ്. അപ്പം അത് ഞാൻ വിചാരിച്ചത് പറ്റൂല എന്ന് വെച്ചാൽ അതിന് കുഴപ്പമൊന്നുമില്ല എന്നുണ്ട്. അവിടെ ചെറിയൊരു ലൈറ്റ് വെച്ചരാറുണ്ട്. പക്ഷെ അവിടെ ലൈറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും ഇനി അവിടെ ഉള്ളതുകൊണ്ട് കളയണ്ട, അതൊരു ഭംഗിയാവൂലേ. വീഴാൻ പോയി. അവിടെ ഏത് ബാത്റൂമിൻ്റെ എന്നിട്ട് ലൈറ്റ് അടിച്ചാണ് ഭയങ്കര ഇതാണ്. ഇവിടുത്തെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരുവിധം. ഇവിടെ ഷവറിനൊക്കെ ആവശ്യമുള്ള എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. തേച്ചാലപ്പോ ഒരു ഉമ്മുള്ളൂ അല്ലേ? നമുക്ക് കഴിക്കാം. പടച്ചവന്റെ അനുഗ്രഹം കൊണ്ട് അതും കൂടെ നടന്നു. അല്ല ഇനിയിപ്പോ ഈ ഡിസൈനൊക്കെ പൊട്ടിച്ചളയണ്ടേ? അത് നമ്മളെ ബാക്ക് ചുമരല്ലേനോ, അതൊക്കെ കളയണം. തേപ്പിന് നല്ലൊരു ഇത് വരും. കാരണം ഇത് നമ്മള് സാധാ ഇതുപോലെയാണെങ്കിൽ ഇത് ഫിനിഷിങ് ആക്കി ഇങ്ങനെ പോകരുത്. പക്ഷെ ഇതിപ്പോ അവസ്ഥ ഇതല്ല. കാരണം എന്താ വെച്ചാല് ഇതാ ഇവിടെ ഈ ഒരു സാധനമൊക്കെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തില്ല. ഇതൊക്കെ കളയണം. ഇത് കളഞ്ഞാണ്ട് അതേപോലെ ഇവിടെ ഇതാ ഈ ചുമരൊന്നും പറ്റൂല. ഇതൊക്കെ പോയിണ്ട്. ഇതൊക്കെ ഇങ്ങനെ കുത്തി കുത്തി കുറച്ചിങ്ങോട്ട് ആക്കിക്കാണ്ട് ബാക്കി ഫുള്ള് അങ്ങനെ കുറച്ചങ്ങനെ കളഞ്ഞാണ്ട് തേപ്പ് കഴിക്കണ്ട. പിന്നെ ഇവിടൊക്കെ നോക്കി ഇവിടൊക്കെ തേപ്പിന് പറഞ്ഞാൽ നല്ല പണി വരൂലേ. ഇതാണ് അതുകൊണ്ട് നല്ല പണി വരും. അല്ലാതെ ഇതേപോലെ ഫിനിഷിങ് ചുമരാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്കൊന്നായിട്ട് കഴിക്കും. പക്ഷെ കുത്തിപ്പൊളി വന്നോണ്ട് നല്ല പണി വരും. കണ്ടോ അവിടൊക്കെ ഇതാ സൺസൈഡിന്റെ ഭാഗമായതുകൊണ്ട് ഇവിടെ മണ്ണൊന്നും മാറ്റിയിട്ടില്ല. ഇത് ഇന്നലെ പോകാൻ പണി കഴിഞ്ഞ് പോയതാണ്. മണ്ണൊന്നും മാറ്റിയിട്ടില്ല, വേറെ ഒന്നുമില്ല. ഇത് ഇക്ക് മാറ്റാനുള്ള പണികളാണ് ഇതൊക്കെ. മഴ ഭയങ്കര മഴ, വൈകുന്നേരത്ത് ഭയങ്കര മഴയായിരുന്നു. പിന്നെ അതുമല്ല വൈകുന്നേരത്തല്ല ഒരു 3 മണിക്കൊക്കെ ഭയങ്കര മഴയല്ലേ? 2 മണി 3 മണി ആ സമയത്തൊക്കെ നല്ല മഴ ഇടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാൽ കാലാവസ്ഥ അറിയുന്ന കാലാവസ്ഥ. അങ്ങനെ നമ്മളെ വയറിങ് കഴിഞ്ഞു. പിന്നെ അതുമല്ല ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. പിന്നെ വൃത്തിയാക്കാനും നമുക്ക് നേരം കിട്ടിയിട്ടില്ല കേട്ടോ. ആശുപത്രി ആ ഒരു പരിപാടി തന്നെ ഉള്ളൂ. ഞാൻ പറഞ്ഞിരുന്നില്ല സൂര്യമോള ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അത് കഴിഞ്ഞു. വിഷ്ണുവിന് ഉണ്ടായിരുന്നു പനി, അത് മാറി. ഇപ്പതാ പറഞ്ഞു കൊടുക്കി നിങ്ങൾക്ക് എന്താണെന്ന് പല്ലുവേദന തുടങ്ങിയിട്ട് 2-3 ദിവസമായി. ആദ്യം ഒരു ഡോക്ടറെ കാണിച്ചു. അപ്പോൾ പല്ലിന് ചെറുന്നേരം പഴുപ്പുണ്ടായിരുന്നു. ആ പല്ല് കളയേണ്ടി വരും. കുറ്റിയായുണ്ട്, പല്ല് കളയേണ്ടി വരും. അപ്പോൾ തിങ്കളാഴ്ചയാണ് പല്ല് കളയണ ദിവസം. പിന്നെ 3 ദിവസത്തിനുള്ള മരുന്ന് തന്നിട്ടുണ്ട്. ഇപ്പം ഇന്നും ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി. പല്ലുവേദനക്ക് കുറവില്ലാത്തതുകൊണ്ട് പല്ല് പറിക്കണമെങ്കിൽ പല്ലിൻ്റെ പഴുപ്പ് മാറണം പറഞ്ഞു. അപ്പോൾ ആ പഴുപ്പിനുള്ള ഗുളിക കുടിച്ചുകൊണ്ട് നിൽക്കുക. പഴുപ്പ് മാറിയാൽ ഇപ്പോൾ പറിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പഴുപ്പ് മാറണം, എന്നാലേ ഇപ്പോൾ ഒരു ആശ്വാസം കിട്ടുള്ളൂ. ഇപ്പോൾ പല്ല് ഇങ്ങനെ അടക്കും തലക്കും വേദനിച്ചാണ്ട് ഇപ്പം അങ്ങനെ ഇരിക്കണം. പെരുവേദന രാത്രിയാണ്. രാത്രി ഒരു 12 മണി 2 മണി ആയാൽ ഉറപ്പില്ല. വേദനിച്ചിട്ട് വയ്യാറുണ്ട്. പല്ലുവേദന വന്നവർക്കൊക്കെ അറിയാം പല്ലുവേദനന്റെ അവസ്ഥ എന്താണ്. പല്ല് പറിച്ചതാണ്. എനിക്ക് പല്ലിന് ഇതേപോലെ ചെറിയൊരു പൊത്തുണ്ടായിട്ട് വേദന സഹിക്കാൻ കഴിയാനായിട്ട് പോയി പറിച്ചത്. ഡോക്ടറിന് പറഞ്ഞാൽ പറിക്കേണ്ടി വരും, അല്ലാതെ വേദനക്ക് കുറവില്ല. വേദനക്ക് കുറവുണ്ടാവില്ല, അത് പിന്നെ ഇടക്കിടക്ക് വരും. അതിലേറെ നല്ല പറിച്ചാൽ പിന്നെ നമുക്ക് ആ വേദന ഉണ്ടാവില്ല. അങ്ങനെ പോയി പറിച്ചു കിട്ടോ. പിന്നെ ഞങ്ങൾ വേറെ മരുന്നൊക്കെ നോക്കിയിരുന്നു. മുഖത്ത് ഇങ്ങനെ ഒരു പച്ചമരുന്ന് പുരട്ടിയാണ്ട് പല്ലുമത്തെ അണുക്കൾ ഇതിലിങ്ങനെ പൊന്തി വരിക, എന്നിട്ട് അത് ഷെയർ ചെയ്ത് കളയുക. അങ്ങനെ എന്തൊക്കെ ഒരു മരുന്ന് നോക്കിയെന്ന് കേട്ടോ. പടാളിപ്പറമ്പില്ലേ. പക്ഷെ അന്ന് അതിനൊന്നും എനിക്ക് ഫലമല്ലായിരുന്നു. ഫലമുള്ളവരും ഉണ്ടാവും അങ്ങനെയൊക്കെ മരുന്ന്, എന്തെങ്കിലുമൊക്കെ പച്ചമരുന്ന് കുടിക്കുന്നവർക്ക്. പക്ഷെ എനിക്ക് മാറിയില്ല. അങ്ങനെ പല്ല് പറിച്ചപ്പോൾ എനിക്ക് സമാധാനമായി. അങ്ങനെ നമ്മളെ വയറിങ് ഇത് കഴിഞ്ഞു. അതിൻ്റെ സമാധാനത്തിലും സന്തോഷത്തിലാണ് അത് നമ്മളെ കൂട്ടുകാരെ അറിയിക്കാമെന്ന് വിചാരിച്ചാലാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. ഇനി തേപ്പിന്
തേപ്പിനായിട്ടുണ്ട്. തേപ്പിനുള്ള എല്ലാ പണികളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പണിക്കാരെ അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ അന്വേഷിക്കുന്നത് നമ്മളെ വീട് ഇപ്പോൾ വാർപ്പ് കഴിഞ്ഞ ഷാഫിഖാനോട് അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഏതായാലും വയറിങ് കഴിക്കുമ്പോൾ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എന്തായാലും ഒരാൾക്കാരെ മാത്രം നമ്മളെന്തായാലും എന്ത് പണിയാണെങ്കിലും വീട് പണിയുമ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരാളെ മാത്രം നോക്കിപ്പിക്കൂലല്ലോ. ഇനി ഒരു എൻജിനീയറെ മാത്രം കൊണ്ടുവന്ന് നോക്കിപ്പിക്കൂലല്ലോ. നമ്മൾ 2-3 ആൾക്കാരെ അന്വേഷിക്കും. അതിലാരാ നമുക്ക് പറ്റണത്, അതായത് നമുക്ക് പൈസൻ്റെ കാര്യം കൂടെ നോക്കണമല്ലോ. അപ്പം അതിനനുസരിച്ച് നമ്മൾ പണിക്കാരെ നിർത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഏതായാലും കൊണ്ടുവന്നോ 2-3 ആൾക്കാരെ ഏൽപ്പിച്ച് നോക്കണം അല്ലേ. പിന്നെ അതിൻ്റെ മുന്നേ നമുക്ക് ചെറിയ പടവ് കഴിക്കാണ്ട് നമ്മളെ ഷോവാളിൻ്റെ അടുത്ത് ഇങ്ങോട്ട് ഇറക്കിങ്ങാണ്ട് കുറച്ച് പടുക്കാനും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് പണിക്കാരെത്തിയിട്ടില്ല. പിന്നെ പറഞ്ഞാൽ നാളെ വരാറുണ്ട്. നാളെ വരുമല്ലേ നമുക്കറിയില്ല. വരാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഭാഗം കൂടെ പടുത്താലും നമുക്ക് തേപ്പിന് പറ്റുള്ളൂ കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഇതാക്കണം, ഇത് നമ്മളെ ഹാളിൻ്റെ ഷോക്കേസാണ്. ഞാൻ ഷോക്കേസ് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മളതിൽ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ഷോക്കേസ് അല്ല ഷോക്കേസാണെന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ സംഭവം എന്നോ ഞാൻ പറഞ്ഞുതരാം. കൂടിയും 10 ലെവലാക്കാനല്ലോ ഈ ഇടം കൂടി കൊടുക്കാൻ. ഈ ഒരു ഷോക്കേസ് കണ്ടില്ലേ, ഇവിടെ എന്നിട്ട് ഈ ഒരു ഭാഗം ഒരു കല്ല് വെച്ചാൽ മുഴുവൻ ഇങ്ങനെ പടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് എന്തിൻ്റെ ആവശ്യത്തിനാണ് ഞാൻ പറഞ്ഞുതരാം. പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇത് കുറച്ച് കിട്ടുള്ളൂ. നമുക്ക് TV വെക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ചൊരു ഭാഗം മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഈ ഒരു ഭാഗം എന്തിനാണെന്ന് ഞാൻ ഇപ്പോൾ പറയില്ല. അത് പടുത്ത് ക്ലിയർ ആക്കണ്ടേ, ഞാൻ പറഞ്ഞത് കേട്ടോ അതിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ കൂടെ കുറച്ച് പടുക്കാണ്ട് ഇവിടെ ഇങ്ങനെ ഇട്ടേക്കാണ്. അത് പറഞ്ഞാൽ ഇഷ്ടിക വെച്ചാണ്ടല്ലേ, ഇഷ്ടിക വെച്ചാണ്ട് പടുക്കണം എന്നാ പറഞ്ഞത്. ഇപ്പം എന്തായാലും നമുക്കറിയില്ല. അങ്ങനത്തെ വിശേഷങ്ങളൊക്കെയാണ് മക്കളെ. നമ്മളെ വീടിൻ്റെ വിശേഷങ്ങൾ കൂട്ടുകാർ അറിഞ്ഞില്ലേ. പിന്നെ പറഞ്ഞാൽ വീണ്ടും പറയണം, നമ്മൾ ഓരോ സന്തോഷങ്ങളും സങ്കടമായാലും സന്തോഷമായാലും നമ്മളെ കൂട്ടുകാരെ നമ്മളെ അറിയിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കൂടെ പുതിയ കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. ബൈ. ഉണ്ടാക്കിയാലോ ചക്കക്കുണ്ടനോ ചക്കക്കുണ്ടന മുളക് ഒരു 2 പച്ചമുളക് കെട്ടാൻ മതി. കുട്ടി ഇങ്ങനെ അടിക്കുക ആടാറില്ല ഒരു കാട്ട് ഇങ്ങനെ. ഇനി അപ്പുറത്തോ ഒന്നുകൂടി അപ്പുറത്തെ പല്ലടിക്കാനല്ല പറഞ്ഞത്. കണ്ണിങ്ങനെ അങ്ങനെ കഴുകിക്കൊണ്ട് ഒരു വെള്ളത്തിൽ കഴിക്കാൻ മതി കേട്ടോ. കുറെ വെള്ളം അതല്ലേ ഞാൻ ഇത് പൊളിച്ചരാ വേണ്ട.